ചെറുകൈയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മഞ്ഞമ്പാറയാണോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലാവട്ടെ, കർണാടകയിലാവട്ടെ, മറ്റു സംസ്ഥാനങ്ങളിലാവട്ടെ, മജ്ലിസ് ആണോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് എത്തിക്കാൻ നിതാന്തമായ പരിശ്രമം നടത്തി വന്നരായ തങ്ങളവർകൾ. നമുക്ക് നമ്മുടെ നാട്ടിന്റെ എല്ലാ വിഷയത്തിലും അഭിമാനം കൊള്ളാൻ പറ്റുന്നു. ഞാനൊരു സ്വദേശക്കാരനായതുകൊണ്ട് തന്നെ പറയാണ്, ഈ നാട്ടിലെ ആൾക്കാരനായതുകൊണ്ട് തന്നെ പറയാണ്, ഈ നാട്ടിന്റെ പേരും യശസ്സും ഉയർത്തുമ്പോ അതിൽ നമുക്കും ഒരു അഭിമാനമുണ്ട്. ഞാന് നേരത്തെ ചെറിയൊരു ഉദാഹരണം പറയും. എവിടെ എപ്പോഴും ആരെയും എന്തിലും നമുക്ക് ഉപകാരമുണ്ടാകും. നേരത്തെ ഒരാൾ ഒരാവശ്യത്തിന് ഞാൻ വിളിച്ചു. അവസാനം അയാൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ മജ്ലിസിൽ ഖുതുബ ഓതുന്നൊരു ഖാദിമാണ് ഉസ്താദ്. തങ്ങളെ മജ്ലിസിലാന്ന് വെച്ചു. ഒറ്റ ചോദ്യം ഇങ്ങോട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു. അപ്പൊ അയാളെ ശൈലിയും സംസാരത്തിന്റെ രൂപവും എല്ലാം മാറി. ഞാൻ കഥ പറയാണ്. അപ്പൊ ഈ നാട്ടിന്റെ പേര് മാത്രമല്ല, തങ്ങളെ പേര് പറയുമ്പോൾ നമുക്ക് എന്താ, ആളെ സംസാര രൂപം തന്നെ മാറിയിട്ട് നമ്മൾ ഉദ്ദേശത്തിനും എളുപ്പത്തിൽ ആ വിഷയത്തിന്റെ ഭാഗം അയാൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഈ നിലക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ പ്രദേശത്തെയും വളർത്താൻ വേണ്ടി ഒരു വിശാലമായിരിക്കുന്ന വിജ്ഞാനത്തിന്റെ വിഹായസായി പരത്താൻ വേണ്ടി തന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ മുഴുവനും ഓരോ മണിക്കൂറും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി രാപ്പകലോടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം, ആയിരക്കണക്കിന് ആളുകൾ ഞാനിവിടെ രാവിലെ വരുന്നതുകൊണ്ട് കാണാം, രാത്രി തന്നെ യാത്ര ചെയ്തിട്ട് വന്നിട്ട് പലരും ഇവിടെ വന്നിങ്ങനെ മുഖം ഉറക്കിൽ വന്നിട്ട് കാത്തുക്കുന്ന കാണാം. അവരാശാ കേന്ദ്രം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിയുന്ന നിലക്ക് ഈ സ്ഥാപനവുമായി, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികളുമായി നമ്മൾ സഹകരിച്ചാൽ ഒരു പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ ഇവരൊക്കെ വലിയ അധ്വാനം കൊണ്ട് സേവനം ചെയ്തതിന്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞാനും അതിനൊരു താങ്ങായി എന്റെ ഒരു അല്പ സമയം, എന്റെ ഒരല്പ ആയുസിന്റെ ആരോഗ്യം ഞാനതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ അവരോട് കൂടി നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും നമ്മളെ പെടുത്തട്ടെ. പരിശ്രമിക്കുമ്പോൾ ആ നിലക്ക് ഇൽമിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, അതിനൊരുക്കാൻ കഴിഞ്ഞില്ല, അതിനുവേണ്ടി സജ്ജീകരണം നടത്താൻ കഴിഞ്ഞില്ല. നടത്തുന്നവരുടെ കൂടെ പിന്നിൽ നിന്നിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ എന്റെ പിന്നിൽ ആരും കൊണ്ടാ 10 ആള് ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള ഒരു ചെറിയ ധൈര്യം ആ മുന്നിൽ നടക്കുമ്പോ ബാക്കിൽ കാണുന്നവർക്ക് ആ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇസ്ലാമിനോടും പരിശുദ്ധമായ ദീനിനോടുമുള്ള കൂറ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പവിത്രമായിരിക്കുന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഇതിന്റെ നേതൃത്വങ്ങളൊക്കെ വഹിച്ച് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇതിന്റെ ശില്പിയായ ഒന്നേരായ സയ്യിദ് അവറുകളെ ആദരപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന വന്യരായ സയ്യിദ് ജലാൽ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനവറുകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ നല്ല ഉപദേശം കെ.സി. റോഡ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. രസകരത്തോടുകൂടി രസത്തിൽ കലർന്ന ആത്മീയത, എപ്പോഴും രസത്തിൽ കലർന്ന ഒരു ആത്മീയത ഉണ്ടാകുന്ന ഒരു വയലാണ് കെ.സി. റോഡ് ഉസ്താദിന്റെ വയത്. അതെല്ലാവർക്കും അറിയാം, പലരും കേട്ടാളായിരിക്കും. അങ്ങനെ നല്ല നല്ല നിലക്കുള്ള ഉപദേശം നൽകാൻ വേണ്ടി ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന വന്യരായ തങ്ങൾ ഉസ്താദ് അവറുകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഹസ്ബുള്ള തളങ്കര, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു നേതാക്കന്മാരെ പേരെടുത്ത് പറയാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഓരോരുത്തരെയും വേദിയിൽ ഉപവിഷ്ടരായ എല്ലാവരെയും സ്വാഗതം ആശംസിച്ചു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി ഈ സദസ്സിൽ വന്ന മാന്യ വ്യക്തികൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥികൾ, എല്ലാ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചു. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വന്യരായ ജലാൽ തങ്ങൾ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. സ്നേഹാദരം നിറഞ്ഞ ഷറഫ് സാദാത്ത് തങ്ങൾ ഉസ്താദ്, കെ.സി. റോഡ് ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ മതിയാവോളം വാരിക്കോരി കുടിക്കാൻ സാധുക്കളായ നമുക്കും ഈ അഹ്ലു ബൈത്തിന്റെ ഓരം പറ്റി നാളെ സ്വർഗം പുൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഇന്ന് വളരെ മഹത്വമേറിയ ഒരു മജ്ലിസാണ് സഖാഫിയ റാത്തീബിന്റെ മജ്ലിസ്. കാരണം എല്ലാ മാസവും ഇവിടെ നടക്കുന്നതാണെങ്കിൽ തങ്ങൾ ഉസ്താദ് ഇന്ന് ഉംറ കഴിഞ്ഞ് ഇന്ന് എത്തിയതേയുള്ളൂ. വലിയ ഒരു ദുആക്ക് ഉത്തരമുള്ള ഇജാബത്തുള്ള ഒരു ഉംറ കഴിഞ്ഞ് വന്ന ഒരാളുടെ ദുആ അതെന്തുകൊണ്ടും 40 ദിവസം വരെ ഇജാബത്തുണ്ട് എന്നാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ തങ്ങൾ ഉസ്താദ് നമുക്കൊക്കെ വേണ്ടി അവിടെ പോയി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്ന് ഇന്ന് ദുആക്ക് നേതൃത്വം നൽകുക, ദുആയിൽ പങ്കാളികളാവുക, അത് വലിയ ഒരു ബറക്കത്താണ്. ഇന്ന് വന്ന ആളുകൾക്ക് തികച്ചും ഒന്നും നഷ്ടമാവാനില്ല. ഈ ഇരുത്തവും പ്രത്യേകിച്ച് ഇൽമിന്റെ മജ്ലിസ് നമ്മുടെ കെ.സി. റോഡ് ഉസ്താദ് നമുക്ക് നല്ല നിലക്ക് നല്ലൊരു വയത് പറഞ്ഞു തരും. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്തുകൊണ്ടും വലിയൊരു മുതവറക്കായ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗ പൂന്തോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നഷ്ടമാവാനില്ല. അല്ലാഹു വിജയിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സഖാഫിയ റാത്തീബ് ഒരൊറ്റ റാത്തീബും വിടാതെ പങ്കെടുക്കുന്ന ആളുകളുണ്ട് ഇവിടെയും. അതുപോലെ എജു പാർക്കിൽ നടക്കുന്ന മജ്ലിസിലും ഏകദേശം 7 വർഷത്തോളം ഒരു മാസവും വിടാതെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ ഉംറക്ക് തങ്ങൾ ഉംറക്ക് പോയപ്പോ തന്നെ എത്ര ഉമ്മമാരാണ് വിളിച്ചിട്ട് ചോദിക്കുന്നത് എപ്പോഴാണ് തങ്ങൾ ഉസ്താദ് എപ്പോഴാണ് എത്തുക. ശനിയാഴ്ച അവിടെ പോയി ഉണ്ടായില്ല. അപ്പോൾ തിങ്കളാഴ്ച മാറി ശനിയാഴ്ചയാണ് അവിടെ ഇരിക്കുന്നത്. ചില ആളുകൾ അറിയാതെ കഴിഞ്ഞ തിങ്കളാഴ്ചയും വന്നവരുണ്ട്. വന്നിട്ട് ചോദിക്കുന്നത് എപ്പോഴാണ് വരിക. അപ്പൊ ഒന്നും വേണ്ട, തങ്ങൾ എന്താണ് വിഷയം, എന്താണ് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, തങ്ങൾ സ്ഥാനം ഒന്ന് കണ്ടാൽ മതി, നമുക്ക് സമാധാനമാണ്, മനസ്സിനൊരു സന്തോഷമാണ്, വിഷമം പോവുകയാണ് എന്ന് പറഞ്ഞ് എപ്പോഴാണ് വരിക എന്ന് ഒരു ഉമ്മ 3 പ്രാവശ്യം എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് വരിക, വന്നോ. അപ്പൊ ചില ആളുകൾക്ക് ആ ഒരു സാമീപ്യം, ആ ഒരു തലോടൽ, ഒരു സന്തോഷം കൊടുക്കൽ, അതിന് കാത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
والصلاة القائمات محمد الوسيلة والفضيلة والدرجة الرفيعة وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് കേസി റോഡ് ഉസ്താദിന്റെ സമയം വിലപ്പെട്ട ടൈമാണ്. റാത്തീബിനെ ഉദ്ദേശിച്ച് വന്നവരാണ് ഇരിക്കുന്നവരൊക്കെയും. മാത്രവുമല്ല, തങ്ങൾ ഉസ്താദ് നേരത്തെ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ വലിയ ക്ഷീണത്തിലാണ്, എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ മജ്ലിസിന്റെ ആവശ്യത്തിന് വേണ്ടി, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി ഗൾഫിൽ പോയപ്പോൾ, ഉംറക്ക് പോയപ്പോൾ അവിടെ ചില ആളുകൾ വിളിച്ചു, നമ്മുടെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പോകണം, അപ്പോൾ എനിക്കൊരു റെസ്റ്റും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾ ഉസ്താദ് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഓടി നടക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം ആ തണൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത്, ആളുകൾക്കൊക്കെയും ഒരു ചെറിയൊരു വാക്ക്, സമാധാനത്തിന്റെ ഒരു വാക്ക് അത് കിട്ടുക. തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ ഈ